ഹരി ഓം. ദശകം 21, ശ്ലോകം 11. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷ്വവയവേഷ്വഭികൽപ്യമാനൈഃ ത്വം ചിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായൻ. പദച്ഛേദം ചെയ്ത് നോക്കാം. സർവൈഃ ധ്രുവാദിഭിഃ ഉഡു പ്രകരൈഃ ഗ്രഹൈഃ ച. സർവൈഃ ധ്രുവാദിഭിഃ ഉഡു പ്രകരൈഃ ഗ്രഹൈഃ ച. അത് ഒരുമിച്ച് വായിക്കുമ്പം സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ശിംശുമാര വപുഷാ മഹതാം ഉപാസ്യഃ. ത്വം ശിംശുമാര വപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസു രുന്ധി നരകം മമ സിന്ധു ശായിൻ. ഇതിനകത്ത് മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും ചേർത്തെടുക്കാം. അങ്ങനെ വരുമ്പം അവിടെ മഹതാം ഉപാസ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ വിസർഗം പറയണ്ട, ഉപാസ്യഹ പറയാതെ ത്വം ശിംശുമാര വപുഷാ മഹതാം ഉപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ എന്നെടുക്കണം. അപ്പോൾ അവിടെ വിസർഗം പറയണ്ട. വിസർഗം പറയാതെ ഒരുമിച്ചെടുക്കുമ്പോൾ ആ സായ ഒന്ന് ഇരട്ടിച്ചേച്ച് ഒരുമിച്ചെടുത്താൽ മതി. ത്വം ശിംശുമാര വപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. അല്ലെങ്കിൽ ത്വം ശിംശുമാര വപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. അങ്ങനെ എടുത്താലും മതി. സർവൈർധ്രുവാദിഭിരുഡു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ത്വം ചിംശുമാര വപുഷാ മഹതാമുപാസ്യ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ. ശ്ലോകം 11 അന്വയവും അർത്ഥവും നോക്കാം. അപ്പം ഇതുവരെ 10ാം ശ്ലോകം കൊണ്ട് നമ്മൾ ഭൂമണ്ഡലത്തിൻ്റെ മുഴുവൻ ആ ഒരു പ്രസ്താവന ചെയ്തു കഴിഞ്ഞു. ഈ ശ്ലോകത്തിൽ ഒരു നഭോമണ്ഡലത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പുച്ഛാദികേഷു അവയവേഷു അഭികൽപ്യമാനൈഃ ധ്രുവാദിഭിഃ സർവൈഃ ഉഡുപ്രകരൈഃ ഗ്രഹൈഃ ച ഉപലക്ഷിതഃ. പുച്ഛാദികേഷു, പുച്ഛം എന്ന് പറഞ്ഞാൽ വാല്, പുച്ഛാദികേഷു വാൽ തുടങ്ങിയ അതത് അവയവേഷു അവയവങ്ങളുടെ സ്ഥാനത്ത് അഭികൽപ്യമാനൈഃ സങ്കൽപ്പിക്കപ്പെടുന്ന ധ്രുവാദിഭിഃ ധ്രുവൻ മുതലായ സർവൈഃ സർവ ഉഡുപ്രകരൈഃ സർവ സകല നക്ഷത്ര സമൂഹങ്ങളോടും, അതാണ് ഉഡുപ്രകരൈഃ നക്ഷത്ര സമൂഹങ്ങളോടും എന്ന് വെച്ചാൽ അതിനകത്ത് സൂര്യചന്ദ്രാദികളും ഉൾപ്പെടുന്നു. ഗ്രഹൈഃ ച ആ ഗ്രഹങ്ങളോടും കൂടിയതായിട്ട് ഉപലക്ഷിതഃ. അപ്പം വാൽ തുടങ്ങിയ അതത് അവയവങ്ങളുടെ സ്ഥാനത്ത് സങ്കല്പിക്കപ്പെടുന്ന ധ്രുവൻ മുതലായ സകല നക്ഷത്ര സമൂഹങ്ങളോടും, അതിനകത്ത് സൂര്യചന്ദ്രന്മാർ ഉൾപ്പെടെ ഗ്രഹങ്ങളോടും കൂടിയവനും സന്ധ്യാസു ശിംശുമാര വപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസു സന്ധ്യതോറും അല്ലെ മൂവന്തി തോറും എല്ലാ സന്ധ്യാസമയങ്ങളിലും ശിംശുമാര വപുഷ എന്ന് വെച്ചാൽ ആ ശിംശുമാരത്തിൻ്റെ ശരീരത്തോടു കൂടിയവനും ശിംശുമാര വപുഷ അല്ലെങ്കിൽ ആ വടിവുള്ളവനുമായിട്ട് ശിംശുമാരത്തിൻ്റെ വടിവുള്ളവനായിട്ട് മഹതാം എന്ന് പറഞ്ഞാൽ യോഗ്യരായിട്ടുള്ളവർ ഉപാസ്യഃ സേവിക്കപ്പെടേണ്ടവനും. അപ്പം സന്ധ്യതോറും ആ ശിംശുമാരത്തിൻ്റെ ആ ശരീരപ്രകൃതിയുള്ളവനായിട്ട് ആ യോഗ്യരായിട്ടുള്ളവരാൽ സേവിക്കപ്പെടേണ്ടവനും സിന്ധുശായിൻ ത്വം മമ നരകം രുന്ധി. സിന്ധുശായിൻ, സിന്ധു എന്ന് പറഞ്ഞാൽ പാലാഴിയിൽ, സിന്ധു എന്ന് പറഞ്ഞാൽ പാലാഴി, അപ്പോൾ സിന്ധുശായിൻ എന്ന് പറഞ്ഞാൽ പാലാഴിയിൽ
പള്ളി കൊള്ളുന്നവനുമായ ത്വം അവിടുന്ന് മമ മമ എന്ന് പറഞ്ഞാൽ എൻ്റെ, അല്ലെങ്കിൽ ഇവിടുത്തെ എൻ്റെ, ഈ ഉള്ളവൻ്റെ. ആരാ പറയുന്നത്? ഭട്ടതിരിപ്പാട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ പാലാഴിയിൽ പള്ളി കൊള്ളുന്നവനുമായ അവിടുന്ന് ഈ ഉള്ളവൻ്റെ നരകം രുന്ധി, ആ നരകത്തെ തടയുമാറാകണമേ. അപ്പോൾ ഈ നരകത്തെ തടയുക എന്ന് വെച്ചാൽ ആ നരകസമാനമായിട്ടുള്ള ആ രോഗപീഠയെ ശമിപ്പിക്കണമേ എന്ന്. അല്ലെങ്കിൽ ആ നരകഹേതുവായിട്ടുള്ള പാപം, ആ നരകം അനുഭവിക്കണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള പാപം എന്തെങ്കിലും നേരത്തെ ചെയ്തിരിക്കണമല്ലോ. ആ പാപത്തെ പരിഹരിക്കണമേ എന്നുമാണ് എൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന അല്ലയോ ഭഗവാനെ, വാൽ മുതലായ അവയവങ്ങളിൽ ധ്രുവൻ മുതലായ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും ഉപാസകരാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ശിംശുമാര രൂപിയായിട്ട്, എന്ന് വെച്ചാൽ ഈ തല കീഴായി കിടക്കുന്ന ഒരു സർപ്പാകൃതിയുള്ള ഒരു ജീവി, അതാണ് ശിംശുമാര രൂപി എന്ന് പറയുന്നത്. ചിലതിനകത്ത് മത്സ്യാകൃതി, ഏതാണ്ട് മത്സ്യാകൃതിയുള്ള രൂപം എന്നും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ത്രിസന്ധ്യകളിൽ മഹാന്മാർക്ക് ആ സേവിക്കത്തക്കവനായ അങ്ങ് എന്നെ ആ നരകത്തിൽ നിന്നും, എൻ്റെ ഈ നരകതുല്യമായ ജീവിതത്തിൽ നിന്നും എന്നെ കരകയറ്റണമേ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. നമുക്കും പറയാം, നമ്മുടെ ഈ നരകതുല്യമായ നമ്മുടെ പാപങ്ങളിൽ നിന്നുമൊക്കെ നമ്മളെ കരകയറ്റണമേ. അല്ലയോ ഭഗവാനെ, നമ്മളെ കാത്തു രക്ഷിക്കണമേ. സർവൈർധ്രുവാദിവിരുടു പ്രകരൈർഗ്രഹൈശ്ച പുച്ഛാദികേഷവയവേഷഭികൽപ്യമാനൈഃ ത്വം ശിംശുമാരവപുഷാ മഹതാമുപാസ്യഃ സന്ധ്യാസുരുന്ധി നരകം മമ സിന്ധുശായിൻ.